പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തെ ഓർത്ത് തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിൻ്റെ കൺകളിലേക്ക് ഞങ്ങളുടെ കൺകളിൽ ഉയർത്തുവാനും നിൻ്റെ പൊന്മുഖത്തെ ഒന്ന് ദർശിക്കുവാനും നിൻ്റെ പാദപീഠത്തിൽ നിന്ന് അല്പസമയം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ യാചിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തമ്പുരാൻ അടിയന് ശക്തിയും ബലനും ജീവനും ദീർഘായുസ്സും തന്നല്ലോ. ഇങ്ങനൊരു പുതിയ ദിവസം കൂടെ കാണുന്ന ഒരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്ന് എമ്പാടും ജനങ്ങൾ എന്നോടുകൂടി പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നു, ദാഹത്തോടെ കാത്തിരിക്കുന്നു. കർത്താവേ സ്തോത്രം. ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ആവലും അവരുടെ ദാഹത്തെ നീ അറിയുന്നു. എപ്പോൾ ഈ പ്രാർത്ഥന വരുമെന്ന് വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് കർത്താവേ. അവരുടെ മുന്നിൽ ഈ പ്രാർത്ഥന അയക്കാനുള്ള ശക്തിയും ബലനും കൃപയും നല്ല സന്ദർഭങ്ങളും സമയങ്ങളും കർത്താവെ അടിയന് നീ തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥന നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. അവരുടെ വേദന മാറട്ടെ, കണ്ണുനീര് മാറട്ടെ, അവരുടെ കയ്പുകൾ മാറട്ടെ, ബലഹീനങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങളായിരിക്കുന്ന എല്ലാം മാറട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ സ്തോത്രം, നഷ്ടപ്പെട്ടത്, തകർന്നത്, കൈവിട്ടു പോയത് എല്ലാം തിരിച്ച് നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ. ദൈവത്തിന്റെ നാമം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അധികമായി 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 വർദ്ധിച്ചു വരട്ടെ. ദൈവ സമാധാനം അവരുടെ ജീവിതത്തിൽ അലയലയാകെ കടന്നു വരട്ടെ. ദൈവത്തിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവേ സ്തോത്രം ബലപ്പെടുത്തിട്ട് നിന്റെ വലിയ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. അവർക്ക് കർത്താവേ കഷ്ടതയിലൂടെ, പാടുകളിലൂടെ, പ്രയാസത്തിലൂടെ, രോഗത്തിലൂടെ, കണ്ണുനീരിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ കരം ഒന്ന് ചലിക്കണം. ഒരു വിടുതലെ കർത്താവ് കൊടുക്കണം. അത്ഭുതത്തിന്റെ കരത്തിന്റെ വീര്യ പ്രവർത്തികൾ ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാനും രുചിക്കുവാനും കർത്താവേ നീ ഭാഗ്യം നൽകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്നവർ ആരായിരുന്നാലും അവരുടെ വയസ്സോ അവരുടെ കർത്താവെ പഠിത്തമോ ജാതിയോ ഒന്നും നീ നോക്കരുത്. ആരായിരുന്നാലും ദൈവ കൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതിനുവേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിഷയങ്ങൾ ഏതായിക്കൊള്ളട്ടെ, അതിന് സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി വന്ന് അതിന് പരിഹാരം കൊടുക്കണം, വിടുതൽ കൊടുക്കണമെന്ന് നിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും തള്ളിക്കളയരുത്, ഒരുത്തരെയും ഉപേക്ഷിക്കരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അപ്പച്ച നീ കൂടെ ഇരിക്കണമേ, നീ നടത്തണമേ. നിന്റെ ആശ്വാസത്തിന്റെ കരം, നിന്റെ അനുഗ്രഹത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി നീട്ടണമേ. മുറിവേറ്റവരുണ്ട് കർത്താവേ, കരയുന്നവരുണ്ടപ്പച്ച, വിശക്കുന്നവരുണ്ടപ്പച്ച, ക്ഷീണിതരുണ്ടപ്പച്ച. ഇത്രയും കാലങ്ങളായി പ്രാർത്ഥിച്ചു ഒരു നന്മയും ലഭിക്കാതെ വേദനയോടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് ലഭിക്കുമോ നാളെ ലഭിക്കുമോ എന്ന് കർത്താവേ സ്തോത്രം. വാനത്തിലോട്ട് കൺകളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരാരും ക്ഷീണിച്ചു പോകരുത്, തകർന്നു പോകരുത്. എൻ്റെ ദൈവത്തിന്റെ വലിയ കരത്തിന്റെ വീര്യ പ്രവർത്തികൾ അവരെന്ന് അനുഭവിക്കുവാനും രുചിക്കുവാനും എൻ്റെ കർത്താവേ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണമേ. തടസ്സങ്ങൾ, കുറകൾ, കുറ്റങ്ങൾ എതിർന്നാലും മന്നിക്ക് ക്ഷമിക്കണമേ. അവർക്ക് വിടുതലെ കൊടുക്കണമേ, മനസ്സലിയണമേ അപ്പച്ച. ഇന്നിന്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇത്രത്തോളം നടത്തി വന്ന ദൈവം ഇനി ഞങ്ങളെ നടത്തിക്കാട്ടെ, അടിയനെ ശക്തീകരിച്ചാട്ട്, ബലപ്പെടുത്തിക്കാട്ട്, കൃപയ്ക്കുള്ള മറച്ചാട്ട്. ഒരു ദോഷവും തട്ടുവാൻ ദൈവം സമ്മതിക്കരുത്. ആശ്വാസത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം, വിടുതലിന്റെ കരം, സൗഖ്യത്തിന്റെ കരം, ഐശ്വര്യത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, കാക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അടിയനെ താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇങ്ങനൊരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തന്നു. ദൈവസന്നിധാനത്തിൽ വരുവാനും അവർ ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കാനും ദൈവം നമുക്കൊരു ഭാഗ്യം തന്നു. ഈ ഒരു ദിവസം നമുക്ക് ദാനമായി കർത്താവ് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 165 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തെ ഞാൻ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായമാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 13 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. നിങ്ങളത് കേട്ട് കാണും, വിശ്വസിച്ച് കാണും. അനേകരുടെ കർത്താവ് സ്തോത്രം സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അനേകരെ ആലോചനകൾ എനിക്ക് വിളിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും അതേപോലെ ചെയ്യുക. നിശ്ചയമായിട്ടും ഈ അധ്യായം അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അത്ഭുതകരമായിട്ടുള്ള സാക്ഷികളാണ് കേൾക്കാൻ പോകുന്നത്. ഇതുവരയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി കണ്ടത്, ബന്ധിക്കപ്പെട്ടിരുന്നത്, കെട്ടിയിരുന്നത്, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് നിങ്ങൾ ഫ്രീഡമായി എല്ലാവർക്കും വിശ്വസിക്കുന്ന അത്ര പേർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥന കേട്ട് ഇതേ അനുസരിച്ച് തൻ്റെ ഹൃദയത്തിൽ എടുത്തുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ള ആലോചന, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം എനിക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവരെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങൾ നിശ്ചയം അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. 14-ാമത്തെ വാക്യം അവിടെ പറയുന്ന രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു, ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ചു, അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ആഴമായിട്ടൊന്ന് ചിന്തിക്കണം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ചെലുത്തണം.
നിങ്ങളെ ശരിയായിട്ട് ഒന്ന് നിർത്തി 2, 3, 4 പ്രാവശ്യം ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന 99% മക്കളും മനുഷ്യനെയാണ് വിശ്വസിക്കുന്നത്, മനുഷ്യനെയാണ് ആരാധിക്കുന്നത്, മനുഷ്യരിലാണ് ആശ്രയം വയ്ക്കുന്നത്. എന്ത് വന്നാലും മനുഷ്യനെയാണ് വിളിക്കുന്നത്, പിന്നീടാണ് ദൈവത്തെ വിളിക്കുന്നത്. മനുഷ്യന്റെ ആശ്രയങ്ങൾ കൈവിട്ടു പോകുമ്പോഴാണ് അനേകർ ദൈവത്തെ തേടുന്നത്. തൻ്റെ പണം കഴിയുമ്പോഴാണ്, തൻ്റെ ബലം കഴിയുമ്പോഴാണ്, തൻ്റെ പ്രയത്നങ്ങളെല്ലാം അത് ശൂന്യമായി മാറുമ്പോഴാണ് അനേകർ ദൈവത്തെ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് പഠിക്കാനുണ്ട്, ഞാനൊന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ഈ ലോകത്തിലെ ഒരു മനുഷ്യനിലും ആശ്രയം വയ്ക്കരുത്. മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം വൃഥാവാണ്, അതിലൊരു നന്മയും നമുക്ക് ലഭിക്കത്തില്ല. ഇവിടെ രാജാവ് ദാനിയേലിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ദാനിയേൽ ആരാ നന്നായിട്ട് അങ്ങേർക്ക് അറിയാം. ദാനിയേൽ വിളിക്കുന്ന ദൈവം ആരാണെന്ന് അങ്ങേർക്ക് നന്നായിട്ട് അറിയാം. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ്. അവൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. അവൻ ഏത് പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കരം അവൻ്റെ കൂടെ ഉണ്ട്. അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, വിടുവിക്കുന്നൊരു ദൈവം, അവനെ അനുഗ്രഹിക്കുന്നൊരു ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത ഈ രാജാവിനുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ഈ രാജാവ്. എങ്കിലും തൻ്റെ അധികാരം, തൻ്റെ ഉദ്യോഗം, തൻ്റെ രാജസ്ഥാനം തൻ്റെ കയ്യിൽ നിന്ന് പോകരുതെന്നുള്ള ചിന്തയോടുകൂടി അതും വേണം ഇതും വേണം, കക്ഷത്തിലേക്കൊന്ന് പോകരുത്, ഉത്തരത്തിലേ എടുക്കണം. ചിലരുടെ ജീവിതം ഇങ്ങനെയാണ്. കക്ഷത്തിലൊരു സാധനമുണ്ട്, അത് താഴെ വീഴരുത്, ആണ് ഉത്തരത്തിലിരിക്കുന്ന എടുക്കണമെന്ന് പണ്ടുള്ള അപ്പച്ചന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ രാജാവിന് തൻ്റെ സ്ഥാനവും പോകരുത്. ദാനിയേലെ സ്നേഹിക്കണം, അവനെയും രക്ഷിക്കണം, ഇതേയും രക്ഷിക്കണം. നടക്കാത്ത കാര്യം, ഏതെങ്കിലും ഒന്ന് വിട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അങ്ങനെ തൻ്റെ രാജ്യഭാരത്തിന് വേണ്ടി, തൻ്റെ പദവിക്ക് വേണ്ടി, തൻ്റെ ജോലിക്ക്, തൻ്റെ ഉദ്യോഗത്തിന് വേണ്ടി, രാജസ്ഥാനത്തിന് വേണ്ടി ഒപ്പിട്ടതിന് ശേഷം അവന് സമാധാനമില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വിരോധമായി ആരെങ്കിലും എഴുതുവോ ഒപ്പിടുവോ ചെയ്തെങ്കിൽ അവനെ ദൈവം ചുമ്മാ വിടത്തില്ല. ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട കുഞ്ഞുങ്ങൾ, യേശുവിൻ്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങിച്ച കുഞ്ഞുങ്ങൾ സാധാരണപ്പെട്ടവരല്ല. അതുങ്ങൾ ചിലപ്പം കോളനിയിലുള്ളവരായിരിക്കും, എഴുതാൻ വായിക്കാൻ അറിയാത്തവരായിരിക്കും, ഒപ്പിടാൻ അറിയത്തില്ലാത്തവരായിരിക്കും. കർത്താവിന് സ്തോത്രം. നന്നായിട്ട് വസ്ത്രം എടുക്കാൻ അറിയാത്തവരായിരിക്കും, കിഴിഞ്ഞ ചോരപ്പരലായിരിക്കും കിടക്കുന്നത്, കഞ്ഞിവെള്ളമായിരിക്കും കുടിക്കുന്നത്, ഒന്നുമില്ലായിരിക്കും. പക്ഷേ ഒരുവൻ അവന് വില കൊടുത്തിട്ടുണ്ട്. അവൻ്റെ വില സാധാരണ വിലയല്ല. തൻ്റെ അവസാനത്തുള്ളി രക്തവും കൊടുത്ത് വില കൊടുത്ത് മേടിച്ച ആ ആത്മാവ് വിലയേറപ്പെട്ടതാണ്. അതിൻ്റെ ഹൈറ്റോ വെയിറ്റോ കളറോ പഠിത്തമോ ജാതിയോ ഒന്നുമല്ല ദൈവത്തിന് മുഖ്യം. ആ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥലമുണ്ട്. ആ ഹൃദയം ദൈവം തനക്കാകെ അത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഹൃദയത്തിൽ ദൈവം വാസം ചെയ്യുന്നുണ്ട്. ദൈവം അവൻ്റെ കൂടുണ്ട്. അവനെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ രാജാവ് ഒപ്പിട്ടതിന് ശേഷം ദാനിയേലെ രക്ഷിക്കാൻ വൈകുന്നേരം വരയ്ക്കും, സൂര്യൻ അസ്തമിക്കുന്ന വരയ്ക്കും തൻ്റെ പ്രയത്നം മുഴുവനും ചെയ്ത് നോക്കി. വെള്ളം കുടിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, എങ്ങനെങ്കിലും ദാനിയേലിനെ രക്ഷിക്കണം. കഴിയുന്നിടത്തോളം പരിശ്രമിച്ചു. അവിടെ പറയുന്നുണ്ട്, രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. നീ തെറ്റ് ചെയ്തതിന് ശേഷം വ്യസനിച്ച് എന്താ പ്രയോജനം? അത്യന്തം വ്യസനിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെങ്കിൽ അവിടെ പറയുന്നത്, കർത്താവിന് സ്തോത്രം, ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ചു. അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു, ഡോക്ടർമാർ പരിശോധിക്കുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു, ICU ഇടണം, വെന്റിലേറ്റർ ഇടണം പറയുന്നു. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, അതെടുത്തു, ഇതെടുത്തു, എല്ലാം നോക്കി പോകുമ്പോൾ നല്ല സന്തോഷമായിട്ടായിരിക്കും പോയത്. നടന്നായിരിക്കും കാറിൽ കയറിയത്, നടന്നായിരിക്കും ഡോക്ടറെ കാണാൻ പോയത്. ഇപ്പം നടക്കാൻ വയ്യ, ഇപ്പം നിൽക്കാൻ വയ്യ, ഇപ്പം സംസാരിക്കാൻ വയ്യ, എല്ലാം ട്യൂബുകൾ ചൊരുകിയിരിക്കുക. അവിടെ കൊണ്ടുപോയി വെന്റിലേറ്ററിലോ ICU കിടത്തിയിരിക്കുകയാണ്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. ലക്ഷങ്ങൾ വാരി ചെലവഴിച്ചു. അവസാനം ഡോക്ടർ മുഖ്യമായ ഒരാളെ വിളിക്കും. ഇങ്ങേരുടെ ആ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇങ്ങോട്ട് വന്നാട്ട്, അങ്ങോട്ട് അകത്തോട്ട് ചെല്ലുമ്പം ഇരുത്തിക്കൊണ്ട് പറയും, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എല്ലാം പരിശ്രമിച്ചു, ഞങ്ങൾ പഠിച്ചതെല്ലാം നോക്കി, ഏതെല്ലാം വിധത്തിൽ രക്ഷിക്കാൻ നോക്കി, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ കൈ കഴുകുകയാണ്, ഞങ്ങളെ കൊണ്ട് വയ്യ, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയെല്ലാം ഞങ്ങൾ നോക്കി. ഇനി മെഡിക്കൽ സയൻസിൽ അവരെ വിടുവിക്കാൻ ഞങ്ങൾക്കൊരു രക്ഷയുമില്ല. അതുകൊണ്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോ, നിങ്ങളുടെ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്ക്, വിടുവിച്ചെങ്കിൽ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളി അങ്ങ് വിടുകയാണ്. 2 ദിവസം ആ പാർട്ടി അങ്ങ് മരിക്കുകയാണ്. ഇതാണ് ഈ മെഡിക്കൽ നടക്കുന്ന സംഭവം. ആണ് എൻ്റെ ദൈവം. മരിച്ചവൻ്റെ കല്ലറയുടെ മുന്നിൽ പോയി വിളിച്ച് വെളിയെ കൊണ്ടുവന്നതാണ് എൻ്റെ ദൈവം. മഞ്ചത്തെ തൊട്ട് തട്ടി കുഞ്ഞിനെ എഴുതിയിട്ട് അമ്മയുടെ മടി കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം. നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടോ? നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? 10 പൈസയുടെ ചിലവായോ? ലാസറിനെ കല്ലറിന്ന് വെളിയിൽ കൊണ്ടുവന്ന 10 രൂപ ചിലവായോ? ആ കൊച്ചിനെ മഞ്ചത്തിൽ നിരക്കി അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ 10 രൂപ ചിലവായോ? ഒരു ചുക്ക് കാപ്പിക്ക് ചിലവായോ? ഒന്ന് പറഞ്ഞായിട്ട് ഒന്നുമില്ല. ഒരു കട്ടൻ കാപ്പിയും കൊണ്ട് ചിലവായിട്ടില്ല.
ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, ആത്മാർത്ഥമായി ജീവിക്കുന്നവൻ, ആത്മാർത്ഥമായി ദൈവത്തോടിരിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, ഒരു വീരൻ, പ്രാർത്ഥന വീരൻ, അവനോട് കളിക്കുന്നത് സൂക്ഷിക്കണം. അഭിഷേകം ചെയ്തപ്പെട്ട അഭിഷക്തന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് സൂക്ഷിക്കണം. അഭിഷക്തന്മാർക്ക് വരെ സംസാരിക്കുന്നത് സൂക്ഷിക്കണം. അഭിഷക്തന്മാർക്ക് മാർക്കിടുന്നവരുണ്ടല്ലോ, നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അവന്റെ നേരെ കൈയോങ്ങാനോ അവന് മാർക്കിടാനോ നിങ്ങൾക്കാർക്കും അർഹതയില്ല. ലോകത്തിൽ ഒരുത്തനും അർഹതയില്ല. കാരണം ദൈവത്തിന്റെ വിലയേറപ്പെട്ട അഭിഷേകം അവന്റെ അകത്തുണ്ട്. അവനെ ദൈവം സൂക്ഷിക്കും, അവനെ ദൈവം വിടുവിക്കും, അവനെ ദൈവം രക്ഷിക്കും. ആ അഭിഷേകം അവനെ ഉന്നതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകും. ആ അഭിഷേകം അവനെ കൈവിടത്തില്ല. ഇതേ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ അഭിഷേകമുണ്ടോ? ആത്മാവാണോ നിങ്ങൾക്കുള്ള പരിവർത്തിക്കുന്നത്? ആത്മാവാണോ നിങ്ങളെ നടത്തുന്നത്? ആത്മാവിന്റെ ആ ഹൃദയത്തിന്റെ ഏറ്റപ്രകാരമാണോ നമ്മുടെ സംസാരങ്ങൾ, നമ്മൾ ഉടുക്കുന്നത്, നടക്കുന്നത്, കഴിക്കുന്നത്, ജീവിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ പ്രേരണയോടാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. ഇല്ലാത്ത പക്ഷത്തിൽ ഈ വചനം വായിച്ച് നമ്മോട്ട് മാറണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രാജാവ് തൻ്റെ കഴിവിൻ്റെ പരമാവധി മുഴുവനും പരിശ്രമിച്ചു. ഒരു പ്രയോജനമില്ല, ഒരു നന്മയില്ല. ഇതാണ് മനുഷ്യനിൽ ആശ്രയിക്കേണ്ട. മനുഷ്യനിൽ ആശ്രയിക്കേണ്ട. നാസിയിലെ ശ്വാസമുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കേണ്ട. എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു? പ്രഭുവിനെ കൊണ്ട് കഴിയാത്തത്, രാജാക്കളെ കൊണ്ട് കഴിയാത്തത്, ഈ ലോകത്തെ കൊണ്ട് കഴിയാത്തത്, മെഡിക്കൽ സയൻസ് കൊണ്ട് കഴിയാത്തത്, ഈ ഭരണകൂടം കൊണ്ട് കഴിയാത്തത്, നിന്റെ പണം കൊണ്ട് കഴിയാത്തത്, നിന്റെ മിടുക്ക് കൊണ്ട് കഴിയാത്തത്, നിന്റെ ശക്തി കൊണ്ട് കഴിയാത്തത് എൻ്റെ ദൈവത്താൽ ആകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിപ്പിക്കുന്നത്. ഇപ്പൊ രാജാവ് കൈ കഴുകി, അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. രാജാവ് എത്രമാത്രം ദാനിയേലിനെ സ്നേഹിച്ചു, എന്തുമാത്രം പ്രയാസപ്പെടുന്നു, ഒരു പ്രയോജനമില്ല. ഒപ്പിട്ടു. ഈ രാജാവ് എന്ത് ചെയ്തിരിക്കണം? എൻ്റെ ഭരണം പോയാലും കുഴപ്പമില്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യനായി മാറി ഒരു കൂലിവേലയ്ക്ക് പോയാലും കുഴപ്പമില്ല, ഞാൻ ഈ ദൈവഭക്തന് വിരുദ്ധമായി ഒപ്പിടത്തില്ല. അങ്ങനെ പറഞ്ഞിരിക്കണമായിരുന്നു. ഇല്ല, തൻ്റെ പദവിയും വേണം, തൻ്റെ രാജ്യവും വേണം, ഭരണകൂടവും വേണം, രാജാവായിട്ട് ഇരിക്കണം, ദാനിയേലും വേണം. അതാ പറഞ്ഞത്, കക്ഷത്തിൽ നിന്ന് പോകരുത്, ഉത്തരത്തേലെ എടുക്കണം. നടക്കത്തില്ല. നിങ്ങൾ വിടേണ്ടതേ വിട്ടേ ഒക്കത്തുള്ളൂ. പിടിക്കേണ്ടതേ പിടിക്കണമെങ്കിൽ, എടുക്കേണ്ടതേ എടുക്കണമെങ്കിൽ, വിടേണ്ടതേ വിടണം. ഇന്ന് ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ ദോഷം ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങൾ കളിയാക്കുന്നുണ്ടോ? കുറ്റമില്ലാത്ത രക്തങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഭവനത്തിൽ നിങ്ങൾ ദ്രോഹം ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പെറ്റ അപ്പനമ്മയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഭവനത്തിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾക്ക് അന്യോന്യ സ്നേഹമുണ്ടോ? കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ദൈവസഭയിൽ എങ്ങനെയാണ്? ദൈവമക്കളോട് സ്നേഹമുണ്ടോ? കൃപയിലാണോ നിൽക്കുന്നത്? കർത്താവാണോ നടത്തുന്നത്? ഒന്ന് ചിന്തിച്ചാട്ടെ. ആത്മാവിന്റെ വഴി നടത്താണോ നമുക്കിരിക്കുന്നത്? അവന്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ആത്മാവ് നമ്മുടെ അകത്തുണ്ടോ? കൈയടിക്കുന്നതല്ല സാറേ മുഖ്യം. ആത്മാവുണ്ടോ? അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ടോ? ആത്മാവിൽ പാടാനും ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ ദൈവത്തെ ഉയർത്തി മഹത്വപ്പെടുന്ന നമുക്ക് പ്രാപ്തി ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ വാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെടണം. മറുപടിയും മാനസാന്തരപ്പെടണം. മറുപടിയും നമ്മൾ കഴുകൽ പ്രാപിക്കണം. മറുപടിയും കർത്താവിന്റെ മുന്നിൽ മുട്ടുകുത്തണം. കൃപ നമ്മൾ പ്രാപിക്കണം. ദൈവം നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാൻ മറുപടിയും പറയട്ടെ. കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ട പാർട്ടിയാണെങ്കിൽ, ദൈവം ഒരു തുള്ളി രക്തം നിനക്ക് വേണ്ടി കൊടുത്തതിനെ വില കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ ഒരു ശക്തിയും ഒരു ഭരണകൂടവും ഒരു അധികാരവും ഒരു മനുഷ്യനും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു രോഗവും നിങ്ങളെ വാരിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു പാപവും നിങ്ങളെ നശിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ തീ ഉണ്ട്. ദൈവത്തിന്റെ തീക്കനൽ അകത്തിരിക്കുന്നത്. നിന്നെ തൊട്ടാൽ അറിയാം വിഷയം. തീക്കനലുള്ളവനെ തൊട്ടാൽ വിഷയം അറിയാം. അങ്ങനത്തെ ഒരു അഭിഷേകമാണ് ദൈവം തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഉറങ്ങാൻ വിടരുത്, അത് മയങ്ങാൻ വിടരുത്. അതിനെ അങ്ങോട്ട് എടുക്കണം, അതങ്ങോട്ട് ഊതണം, അതങ്ങോട്ട് പ്രകാശിക്കട്ടെ, അതങ്ങോട്ട് എരിയട്ടെ, ആളിക്കത്തട്ട് അത്ഭുതം നടക്കും. സിംഹമോ കരടിയോ ഏതായിക്കൊള്ളട്ടെ, ഒരു ഛേദവും വരത്തില്ല, ഒരു നഷ്ടവും വരത്തില്ല. പ്രാർത്ഥിക്കുന്നവന് നഷ്ടമില്ല, പ്രാർത്ഥിക്കുന്നവൻ നഷ്ടപ്പെട്ടു പോകത്തുമില്ല, പ്രാർത്ഥിക്കുന്നവൻ തകർന്ന ചരിത്രമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവം വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്, അത്ഭുത മന്ത്രിയാണ്. ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. വിടുവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ പട്ടിണികൾ എല്ലാം കർത്താവിന് അറിയാം. എന്തുകൊണ്ട് വിടുതലില്ല? എന്തുകൊണ്ട് വാതിൽ തുറക്കുന്നില്ല? എന്തുകൊണ്ട് തടസ്സപ്പെടുന്നു? നമ്മൾ എവിടെല്ലാമോ ചില ഹോംവർക്ക് വെച്ചിട്ടുണ്ട്, എവിടെല്ലാമോ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പറയുന്നുണ്ടല്ലോ, അവൻ ആർക്കും ഒരു
കുറ്റവും ചെയ്തിട്ടില്ല, ദൈവത്തിനൊരു ദോഷവും ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? വിശ്വാസികൾക്ക് വിരുദ്ധമായി നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഏതെങ്കിലും കുറ്റമില്ലാത്ത രക്തത്തെ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്ത് നശിപ്പിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും വിളക്ക് ഊതാൻ പോയിട്ടുണ്ടോ? ആരുടെയെങ്കിലും ചോറിനകത്ത് മണ്ണ് വാരി ഇട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും നിങ്ങൾ അപഹരിച്ചിട്ടുണ്ടോ? ക്ഷമിക്കണം. ദൈവം എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. ദൈവത്തിന്റെ പങ്ക്, ദൈവത്തിന് കൊടുക്ക വേണ്ടത്, നിങ്ങൾ തീരുമാനിച്ച നിങ്ങളുടെ നേർച്ചകൾ, നിങ്ങൾ ദൈവത്തോട് വാക്ക് പറഞ്ഞത് എവിടെങ്കിലും നിർത്തിയിട്ടുണ്ടോ? അത് വേദനയാകട്ടോ, ആപത്താണ്. നിശ്ചയമായിട്ടും നിങ്ങൾ ആരോട് എവിടെല്ലാം നിങ്ങൾ നേർച്ച നേർന്നോ, വാക്ക് പറഞ്ഞോ, പാലിക്കുക. ദൈവം ചോദിക്കും, ദൈവം മേടിക്കും. ദൈവം മേടിക്കാതെ വിടത്തില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ട, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം അത് ചെയ്യും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വാക്യങ്ങൾ തുടർന്ന് നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഈ അധ്യായം കഴിയുന്നതിന് മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ്. നിങ്ങൾ എനിക്കത് എഴുതി അറിയിക്കും, നിങ്ങൾ വിളിച്ച് പറയും. അനേകർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നിങ്ങളെ കൊണ്ട് കർത്താവ് അത് ചെയ്യിപ്പിക്കും, പറയിപ്പിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതുമായി സ്നേഹിക്കുന്ന അപ്പച്ചാ, നിന്റെ പാദത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ സമർപ്പിക്കാം. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. ദൈവമേ, ഇന്നൊരു പ്രാവശ്യം കൂടി ഈ 1165 ദിവസം നിന്റെ പാദത്തിലിരുന്ന് ദാനിയേൽ 6-ാം അധ്യായത്തിന്റെ ഈ 14-ാമത്തെ വാക്യം ധ്യാനിക്കുവാൻ, കർത്താവെ ചിന്തിക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം നീ തന്നല്ലോ. മനുഷ്യരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കുന്ന വൃഥാ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഞങ്ങൾ കർത്താവെ നിന്റെ ബുദ്ധിയും നിന്റെ ജ്ഞാനവും നിന്റെ കൃപയും നിന്റെ ശക്തിയും ഞങ്ങളിൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ ലീഡിങ് ഓരോരുത്തരും അനുഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോരുത്തരും പ്രാപിക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ കൃപ തരണമേ. കർത്താവെ ദൈവമേ സ്തോത്രം. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയവ് ഓരോരുത്തരോടൊന്ന് മനസ്സലിഞ്ഞ് ഇറങ്ങണമേ. രോഗമായിക്കൊള്ളട്ടെ, പ്രയാസമായിക്കൊള്ളട്ടെ, കണ്ണുനീരായിക്കൊള്ളട്ടെ, ഇതേപോലെ ദാനിയേൽ കൊന്നതുപോലെ ഭയങ്കര പടുകുഴിയായിക്കൊള്ളട്ടെ, മരണമായിക്കൊള്ളട്ടെ. കർത്താവെ അടുത്ത മിനിറ്റ് ദാനിയേലിന്റെ എല്ലുപോലും കാണാൻ പറ്റുന്ന കൊതിക്കിയ ഒരു കൂട്ടം ആൾക്കാർ. ദാനിയേലിന് സംഭവം കഴിഞ്ഞു, അവന്റെ സംഭവം കഴിഞ്ഞു. അവനെ സിംഹത്തിനുള്ളിൽ എടുത്തിടാൻ പോവുക, കഴിഞ്ഞു. കർത്താവ് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു എല്ല് തുണ്ട് പോലും, ഒരു എല്ലിന്റെ കഷ്ണം പോലും കാണത്തില്ല എന്ന് അതേ കൊതിച്ചുകൊണ്ടിരുന്നവന്മാരുടെ മുന്നിൽ ചാടി തുള്ളി കുതിച്ച് വരാൻ പോവാ ദാനിയേൽ. നാളെ നോക്കാം ദൈവം എന്തുവാ ചെയ്തത്, ദൈവത്തിന്റെ പ്രവൃത്തി എന്തുവാണ് നമ്മൾ കാണാനാ പോകുന്നത്. ചാടി തുള്ളി നിന്റെ ജീവിതത്തിൽ നിനക്ക് അടയപ്പെട്ട് കിടക്കുന്നത്, തടസ്സമായി കിടക്കുന്നത്, ജോലിയോ കുഞ്ഞോ വീടോ, നിന്റെ ജീവിതത്തിൽ എന്തുവാണ്, ഏതാണ് നഷ്ടപ്പെട്ടത്? നിന്റെ ഭർത്താവ് പോയോ, ഭാര്യ പോയോ, കുടുംബം പോയോ, ജീവിതം പോയോ? ഒന്നും പോയിട്ടില്ല. ഒന്ന് നീ മുട്ടുമടക്കണം, നീ പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം ആത്മാർത്ഥമായി. നിന്റെ പണമോ, നിന്റെ സാമർഥ്യമോ, നിന്റെ സൗന്ദര്യമോ, നിന്റെ ബുദ്ധിയോ ഒന്നും നിനക്ക് കൈ കൊടുക്കത്തില്ല. ഒരു മനുഷ്യനും നിനക്ക് കൈ കൊടുക്കത്തില്ല. നിന്നോട് പറഞ്ഞിരുന്നവരെല്ലാം നിന്നെ നശിപ്പിക്കാനാണ് നോക്കുന്നത്, തകർക്കാനാണ് നോക്കുന്നത്, നിന്നെ കൊന്നുകളയാനാണ് നോക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് മാത്രമേ നിന്നോട് സ്നേഹത്തോടെ ഇടപെടത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് മാത്രമേ നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കത്തുള്ളൂ. ആത്മാവിന്റെ മുന്നിൽ മുട്ടുകൊത്തുക, ആത്മാവിന്റെ നിറവോട് ദൈവത്തെ സ്തുതിക്കുക, ആത്മാവിന്റെ നിറവോട് ദൈവത്തെ നോക്കി വിളിക്കുക. ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. നീ താളടിയായി പോകത്തില്ല, നിനക്കൊന്നും ഛേദപ്പെട്ടു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നിന്റെ മടിയിലേക്ക് വാരി 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 എറിഞ്ഞു തരാൻ പോകുകയാണ്. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ സ്നേഹിക്കും, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ കൈവിടുകയില്ല. നീ ഉന്നത സ്ഥാനത്തിലേക്ക് വരാൻ പോകുക. നിന്റെ സ്ഥാനം മാറാൻ പോകുന്നു, നിന്റെ പേര് മാറാൻ പോകുന്നു. നിന്നെ എല്ലാവരും കാണാൻ പോവുക, നിന്റെ മുന്നിൽ എല്ലാവരും മുട്ടുമടക്കാൻ പോവുക, എല്ലാവരും നിന്നെ കണ്ട് പേടിക്കാൻ പോവാം. നിന്നെ കാണാനോ, നിന്നെ തൊടാനോ, നിന്നോട് സംസാരിക്കാനോ വിറയ്ക്കാൻ പോവുക. ആ സ്ഥിതിയിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവരും. അതാണ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിന് ദൈവം കൊടുക്കുന്ന ഭാഗ്യം. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടയിൽ നിന്ന് സ്തുതിക്കുന്ന ദൈവകുഞ്ഞിന് ദൈവം കൊടുക്കുന്ന ഭാഗ്യം ഇതാണ്. നിന്നെ കാണുന്നവനെല്ലാം വിറയ്ക്കും, നിന്നെ തൊടാനും പേടിക്കും, നിന്റെ അരികത്തോട് ഒരുത്തനും വരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ശക്തി നിന്മേൽ കർത്താവ് ഊട്ടാൻ പോകുകയാണ്. ആ കൃപ നിന്റെ മേൽ കർത്താവ് ചൊരിയാൻ പോകുകയാണ്. നീ ഒരു നാളും ഒരിടത്തും ലജ്ജിക്കത്തില്ല, എവിടെയും തലകുനിഞ്ഞ് പോകത്തില്ല, നീ നാണിച്ചു പോകത്തില്ല, നിനക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ പങ്ക് നിനക്ക് തന്നെ, നിന്റെ പങ്ക് നിനക്ക് തന്നെ, നിനക്കുറി നിനക്ക് തന്നെ, ദൈവം വിധിച്ചത് നിനക്ക് തന്നെ. അത് നിശ്ചയം ലഭിക്കും, നിശ്ചയം കയ്യിൽ വരും, നിങ്ങളെ തേടി വരും. കതക് തട്ടിക്കൊണ്ട് ഡോറ് തട്ടി നിങ്ങളെ വിളിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും നിശ്ചയമായിട്ടും. ഈ 6-ാം അധ്യായം കഴിയുന്നതിന് മുന്നേ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഇത് പ്രവചിച്ച് പറയാണ്. ഇന്ന് വരയ്ക്കും ഇല്ലാത്ത അത്ഭുതം, ഇതുവരയ്ക്കും കണ്ടിട്ടില്ലാത്ത അത്ഭുതം, ഇതുവരയ്ക്കും നടന്നിട്ടുള്ള അത്ഭുതം ദൈവം തമ്പുരാൻ ചെയ്യും. ഏറ്റെടുക്കുക. ഇത് അല്പമായി നിങ്ങൾ ചിന്തിക്കരുത്, അല്പമായി കളയരുത്, തള്ളിക്കളയരുത്. വിശ്വസിക്കുന്നവന് അത്ഭുതം നടക്കും, ഏറ്റെടുക്കുന്നവന് അത്ഭുതം നടക്കും. എൻ്റെ ഹൃദയത്തിലേക്ക് ഇതങ്ങോട്ട് പ്രവേശിക്കട്ടെ, എൻ്റെ ബുദ്ധിയിലേക്ക് ഇതങ്ങോട്ട് പ്രവേശിക്കട്ടെ. ഞാൻ മുട്ടുമടക്കാൻ പോവാ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ദാനിയേലിന്റെ ദൈവം എൻ്റെ ദൈവമാണ്, ദാനിയേലിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. ദാനിയേൽ ആരാധിക്കുന്ന ദൈവം ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്. ദാനിയേൽ വിളിക്കുന്ന ദൈവം ഞാൻ വിളിക്കുന്ന ദൈവമാണ്. എനിക്കും കൂടി ആ ദൈവം എൻ്റെ സ്വന്തമാണ്. അങ്ങനെ അങ്ങോട്ട് മുട്ടുമടക്കി നോക്കി
പ്രാർത്ഥിക്കേ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുക. സ്വർഗത്തിൽ ഭയങ്കര വേല ജോലികൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ശേഖരിച്ചു വെക്കുകയാണ്. വാരി വാരി നിന്റെ ഭവനത്തിലേക്ക് ഇടാൻ വേണ്ടി കർത്താവ് കൂട്ടി കൂട്ടി വെച്ചോണ്ടിരിക്കുക. നിനക്ക് തരാൻ, വിശ്വസിക്കുന്നവർക്ക് തരാൻ, ഏറ്റെടുക്കുന്നവർക്ക് തരാൻ നിങ്ങൾ റെഡിയാണോ? മേടിക്കാൻ റെഡിയാണോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എല്ലാവരും നിന്നെ തിരിഞ്ഞു നോക്കാൻ പോവാ. നിന്നെ വേണ്ടാന്ന് പറഞ്ഞവരെല്ലാം നിന്നെ തിരിഞ്ഞു നോക്കാൻ പോവാ. പ്രവചിച്ച് പറയാണ്, ദൈവത്തിന്റെ ദൂതാണ്. നിന്നെ ആരെല്ലാം വേണ്ടാന്ന് വലിച്ചെറിഞ്ഞോ അവരെല്ലാം നിന്നെ തിരിഞ്ഞു നോക്കാൻ പോവാ. ദൈവം നിനക്ക് അത്ഭുതം പ്രവർത്തിക്കും. നീ ലജ്ജിച്ചു പോകത്തില്ല, നീ നാണിച്ചു പോകത്തില്ല, നിനക്കൊന്നും നഷ്ടമാകത്തില്ല. ദൈവത്തിന്റെ വാർത്ത ഇത്, ദൈവത്തിന്റെ ദൂതത്. ഏറ്റെടുത്തോ, വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ, ഇല്ലേ കളഞ്ഞേര്. ആർക്കെങ്കിലും പോട്ടെ, ആർക്കും പോകത്തില്ല. എനിക്ക് വരും. നിങ്ങൾ ഏറ്റെടുത്തില്ല, എനിക്കത് വരും. ഞാനത് ഏറ്റെടുക്കും, ഞാനത് അനുഭവിക്കും, ഞാനത് രുചിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക. ഈ പ്രാർത്ഥന നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങളെ മാറ്റട്ടെ. ഈ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ വലിയൊരു ചൈതന്യത്തെ കൊണ്ടുവരട്ടെ, ഒരു സന്തോഷത്തെ കൊണ്ടുവരും. നിന്റെ ദുഃഖം മാറട്ടെ, കണ്ണുനീര് മാറട്ടെ, വേദന മാറട്ടെ, നെടുവീർപ്പ് മാറട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ, നിന്റെ കിടക്കെല്ലാം മാറ്റും കർത്താവ്. മരണത്തിന്റെ കണ്ണിയെല്ലാം തെറിപ്പിക്കും കർത്താവ്. അത്ഭുതകരമായി ദൈവം വിട്ടിരിക്കും. കർത്താവേ, നീ ഈ പ്രാർത്ഥനയുടേതായി സ്തോത്രം. നിന്റെ അത്ഭുതത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ചലിച്ചോണ്ടിരിക്കനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ തീ ആളിക്കത്തുന്നതിനായി സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻ കാര്യം ചെയ്താട്ട് അടിനെ താഴ്ത്തുന്നു. സകല മഹത്വവും തിരുമേനിക്ക് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കും.